ഇതൊരു നാടോടിക്കഥയാണ്, കുറുക്കനും കിളിയും. കാടിനടുത്ത് ഒരു മരത്തില് ഒരു കിളി താമസിച്ചിരുന്നു. മരക്കൊമ്പിൽ കൂട് വെച്ച് കിളി ഒരു മുട്ടയിട്ടു. ഒരു ദിവസം ഒരു കുറുക്കൻ അതുവഴി വന്നു. കൂട്ടിൽ കിളിയുടെ മുട്ടയുണ്ടെന്ന് കുറുക്കന് മനസ്സിലായി. അവൻ ചോദിച്ചു, കിളി, എനിക്ക് നിന്റെ മുട്ട തരാമോ? എനിക്ക് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാനാ. ആഹാ, എന്ത് ചോദ്യം അത്! കിളി സമ്മതിച്ചില്ല. അതോടെ കുറുക്കന്റെ ഭാവം മാറി. അവൻ പറഞ്ഞു, മുട്ട തന്നില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് മരത്തിൽ കയറി മുട്ടയെടുക്കും, നിന്നെയും പിടിച്ചു തിന്നും. അത് കേട്ട് കിളി കരയാൻ തുടങ്ങി. അയ്യോ, ഇനി എന്ത് ചെയ്യും? പക്ഷേ ഈ കുറുക്കന് മരം കയറാനൊന്നും അറിയില്ലല്ലോ എന്നുള്ള കാര്യം കിളി ഓർത്തില്ല. നാളെ കാണാം എന്നും പറഞ്ഞ് കുറുക്കൻ അങ്ങ് പോയി. കിളി കരച്ചിലോട് കരച്ചിൽ. അത് കേട്ടൊരു പിടക്കോഴി വന്നു. കാര്യം അറിഞ്ഞപ്പോൾ പിടക്കോഴി പറഞ്ഞു, ഒരു സൂത്രമുണ്ട്, അവൻ നാളെ ഇങ്ങ് വരട്ടെ. പിറ്റേന്ന് മുട്ടയെടുക്കാൻ കുറുക്കനെത്തി. അവൻ കിളിയെ ഭീഷണിപ്പെടുത്തി. മര്യാദയ്ക്ക് മുട്ട തരുന്നോ അതോ? കിളി പറഞ്ഞു, മുട്ട അതാ ആ പൊന്തക്കാട്ടിൽ വെച്ചിട്ടുണ്ട്. കുറുക്കൻ വേഗം പൊന്തക്കാട്ടിലേക്ക് കൈയിട്ടു. ഭൗ ഭൗ, പെട്ടെന്നൊരു നായ ചാടി വീണു. അയ്യോ! കുറുക്കനൊരു ഒറ്റ ഓട്ടം, നായ പിന്നാലെ. കുറുക്കൻ ഓടി ഒരു മാളത്തിൽ കയറി. ഭാഗ്യത്തിന് അവന്റെ കടി കൊള്ളാതെ രക്ഷപ്പെട്ടത്. കുറുക്കൻ വിയർപ്പ് തുടച്ചു. അവൻ സ്വന്തം കാലുകളോട് ദേഷ്യപ്പെട്ടു. നീ എന്താ കുറെ കൂടി വേഗത്തിൽ ഓടാതിരുന്നത്? ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ ഓടിയല്ലോ കുറുക്ക. കുറുക്കന്റെ കാലുകൾ മറുപടി പറഞ്ഞു. കുറുക്കൻ കണ്ണുകളോട് ചോദിച്ചു, നീ എന്താ നായ ഒളിച്ചിരിക്കുന്ന കാര്യം കാണാതിരുന്നത്? ഞാൻ എനിക്ക് പറ്റുന്ന പോലെ നോക്കിയതാ. കണ്ണുകൾ മറുപടി പറഞ്ഞു. കുറുക്കൻ വാലിനോട് ചോദിച്ചു, നീ എന്താ എനിക്ക് മുന്നറിയിപ്പ് തരാതിരുന്നത്? വാലിന് നാണക്കേട് തോന്നി. അവൻ ഒന്നും മിണ്ടാതെ മാളത്തിന് പുറത്തേക്ക് നീണ്ടു ചുറ്റും നോക്കി. നായ ഉണ്ടെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കാലോ. നായ അവിടെ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. നായ വാലൊരു ഒറ്റ പിടുത്തം, എന്നിട്ട് കുറുക്കനെ വലിച്ചു പുറത്തിട്ടു. ഭൗ ഭൗ, നീ കിളിയുടെ മുട്ടയെടുക്കും അല്ലടാ. നായ കുറുക്കന് കണക്കിന് കൊടുത്തു. പടേ പടേ പടേ. അങ്ങനെ നല്ല ഇടി കിട്ടി. അടിയും കടിയും കൊണ്ട് അവശനായ കുറുക്കൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു.